ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇതൊരു കുഞ്ഞ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഈ ടെഡി മേക്ക് ചെയ്തെടുത്ത ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഞാൻ എടുത്തേക്കുന്ന യാൺ അക്രിലിക്കിൻ്റെ വൈറ്റ് കളറിലെ യാണും അതുപോലെ തന്നെ ഹുക്ക് 2.5 mm ആണ്. പിന്നെ ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചസ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാവേ. അതൊന്ന് റെഫർ ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്ററേ. ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ മാജിക് റിംഗ് വിത്ത് 8 സിംഗിൾ ക്രോഷേ ആണ്. യൂഷ്വലി മിക്ക പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന മാജിക് റിങ്ങിലാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 6 സിംഗിൾ ക്രോഷേ ആണ് യൂഷ്വലി മിക്കവാറും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൊജക്റ്റിൽ മാജിക് റിങ്ങിനകത്ത് 8 സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ നമ്മുടെ മാജിക് റിങ്ങും 8 സിംഗിൾ ക്രോഷേ ആണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തു, ഇതിപ്പോൾ സെക്കൻഡ് സിംഗിൾ ക്രോഷേ ആണ്. ഇങ്ങനെ നമുക്കൊരു 8 എണ്ണം ചെയ്തെടുക്കാം. അങ്ങനെ 8 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാജിക് റിങ് പതുക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കാവേ. ഇത് നല്ല രീതിയിൽ ടൈറ്റാക്കി ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു റൗണ്ടും കൂടെ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് ആണ്. അതിന് മുമ്പ് നമുക്ക് ഈ റൗണ്ട് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് മാർക്കർ യൂസ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഈ ഹുക്കൊക്കെ നമുക്ക് മാർക്കറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വേറൊരു കളറിലെ യാൺ എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻക്രിമെൻ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വി ഷേപ്പിൽ കാണുന്നില്ലേ, അതാണ് ഓരോ ലൂപ്പും, അതാണ് ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഒരു 8 എണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത്. ഈ ഓരോ ലൂപ്പിലും 2 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുമ്പം ഒരു ഇൻക്രിമെൻ്റായി. അതായത് ഫസ്റ്റ് ലൂപ്പിൽ ഇപ്പോൾ കാണിച്ചു തരാവേ. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ നമ്മളിപ്പോൾ ചെയ്തു. ഇനി അതിനകത്ത് ഒരു സിംഗിൾ ക്രോഷേയും കൂടെ ചെയ്യും. അതായത് 2 സിംഗിൾ ക്രോഷേ സെയിം ലൂപ്പിൽ ചെയ്യുന്നതിനാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ത്രൂ ഔട്ട് ഈ 8 ലൂപ്പിലും കൂടെ ചെയ്യുമ്പോൾ 16 സിംഗിൾ ക്രോഷേ നമുക്ക് ഔട്ടായിട്ട് കിട്ടുവേ. അങ്ങനെ നമുക്ക് ഈ 8 ലൂപ്പിൽ നമുക്ക് ഈ സിംഗിൾ ക്രോഷേ 2 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 16 എണ്ണം കിട്ടും കേട്ടോ. ഒന്ന് കൗണ്ട് ചെയ്ത് പോകണം കേട്ടോ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റൗണ്ട്. ഇപ്പം നമുക്ക് ആ മാജിക് റിങ് നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇനി തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ ഇൻക്രിമെൻറ്റ്, സിംഗിൾ ക്രോഷേ ഇൻക്രിമെൻറ്റ് അങ്ങനെയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ലൂപ്പിൽ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിംഗിൾ ക്രോഷേ സെയിം ലൂപ്പിൽ തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ 8 എണ്ണം ചെയ്തെടുക്കുമ്പം 24 സിംഗിൾ ക്രോഷേയും കിട്ടും. നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത റൗണ്ട്, അതായത് 4ാമത്തെ റൗണ്ടാണ് നമ്മളിനി ചെയ്യാൻ പോണത്. ഇനി സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യാനുള്ളത്, 24 സിംഗിൾ ക്രോഷേ. പക്ഷേ അത് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് ലൂപ്പിലാണ്. ഈ വി ഷേപ്പില്ലേ, അതാണ് ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ബാക്കിലും ഫ്രണ്ടിലും കാണുന്ന 2 യാണില്ലേ, അതിനകത്ത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന യാണാണ് ഫ്രണ്ട് ലൂപ്പും, അതിൻ്റെ ആ ബാക്കിലുള്ളത് നമ്മുടെ ബാക്ക് ലൂപ്പുമാണ്. ഈ ബാക്ക് ലൂപ്പിൽ കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ബാക്ക് ലൂപ്പിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷേ ഓരോ ലൂപ്പിലും ചെയ്തെടുക്കണം. അങ്ങനെ 24 എണ്ണമാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ 5th സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. 5th റൗണ്ടിലോട്ട് പോകാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു 7 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓരോ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് അങ്ങനെ 7 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാവേ. ഇനി 8ാമത്തെ ലൂപ്പിൽ ചെയ്യേണ്ടത് ബബിൾ സ്റ്റിച്ചാണ്. ബബിൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ക്രോഷേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് ഡബിൾ ക്രോഷേ അറിയാത്തവർക്കും കൂടെ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. 5 ഡബിൾ ക്രോഷേ ആണ് ഒരു ബബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക്
ഈ യാൺ ഓവർ ചെയ്തെടുക്കണം. ഈ ഹുക്കിൻ്റെ പുറത്തുകൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഈ യാണിനെ പുള്ള് ചെയ്ത് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലോക്ക് കിട്ടും. ഇതിനകത്തെ ഫസ്റ്റ് 2 ലോക്കിൽ കൂടെ ഈ യാണിനെ പുള്ള് ചെയ്ത് പുറത്തോട്ടെടുക്കാം. ആ തേർഡ് വണ്ണില്ലേ, അത് നമ്മുടെ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാവേ. ഇപ്പോൾ നമ്മുടെ അതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യണേ. അതായത് ഇപ്പം ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ 5 എണ്ണം ചെയ്തെടുക്കണം. അതായത് വീണ്ടും ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യണം. വീണ്ടും ആ സെയിം ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ യാണിനെ പുറത്തോട്ട് എടുത്തിട്ട് ഫസ്റ്റ് വരുന്ന 2 ലോക്കില്ലേ, ആ ലോക്കിൽ കൂടെ മാത്രം യാണിനെ പുള്ള് ചെയ്ത് പുറത്തോട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 എണ്ണം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യണം. വീണ്ടും ആ സെയിം ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ പുള്ള് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന ആ 2 ലോക്കിൽ കൂടെ യാണിനെ പുള്ള് ചെയ്ത് പുറത്തോട്ട് എടുക്കണം. രണ്ടെണ്ണത്തിൽ കൂടെ മാത്രമേ. അങ്ങനെ നമുക്ക് 4 എണ്ണം ഹുക്കിൽ ഹോൾഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഹുക്കിൽ 5 എണ്ണം ആവുന്നിടം വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 5 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ആണിനെ ഈ എല്ലാ ലോക്കിൽ കൂടെയും കൂടെ പുറത്തോട്ടെടുക്കാം. ഇതിനാണ് ബബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിവിടെ ആ കൈവച്ച് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുമ്പം അത് പുറത്തോട്ടൊന്ന് ഇച്ചിരി ബൾജായിട്ട് വരും. അതാണ് ബബിൾ സ്റ്റിച്ച്. ഈ ബബിൾ സ്റ്റിച്ച് കഴിഞ്ഞ് വീണ്ടും 7 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഈ 7 സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോഴത്തേക്കും ഈ റൗണ്ട് കംപ്ലീറ്റ് ആവത്തില്ല. ഏഴ് സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബബിൾ സ്റ്റിച്ചും കൂടെ ചെയ്യണേ. നമ്മൾ ഈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ടെഡിയുടെ കാലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബബിൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും ഒരു 8 സിംഗിൾ ക്രോഷയും കൂടെ ചെയ്താൽ മാത്രമേ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 5ാമത്തെ റൗണ്ടാണ് കംപ്ലീറ്റ് ആയത്. ഇനി അടുത്ത 2 റൗണ്ട് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്താൽ മതി. അതായത് 24 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കണേ. 2 റൗണ്ട്, 6ാമത്തെ 7ാമത്തെ റൗണ്ട് ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷേ മാത്രമാണ്. അങ്ങനെ 2 റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 8ാമത്തെ റൗണ്ട് ചെയ്യാം. 8ാമത്തെ റൗണ്ട് വീണ്ടും ഈ ബബിൾ സ്റ്റിച്ചിൻ്റെ റൗണ്ടാണ് കേട്ടോ. ആ സെയിം 5ാമത്തെ റൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യുവാണ്. ആദ്യം 7 സിംഗിൾ ക്രോഷേ, പിന്നെ ബബിൾ സ്റ്റിച്ച്, വീണ്ടും 7 സിംഗിൾ ക്രോഷേ, വീണ്ടും ബബിൾ സ്റ്റിച്ച്, പിന്നെ ബാലൻസ് വരുന്ന 8 സിംഗിൾ ക്രോഷേ. ഇനി വീണ്ടും ബബിൾ സ്റ്റിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ താഴെ ചെയ്ത അത് സെയിം ബബിൾ സ്റ്റിച്ചിൻ്റെ നേരെ മേളിലായിട്ടായിരിക്കും ഇനി ചെയ്യുന്ന ബബിൾ സ്റ്റിച്ചും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് കൈയാണ് ചെയ്തെടുക്കുന്നത്. ഇനി വീണ്ടും 7 സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു ബബിൾ സ്റ്റിച്ച്, പിന്നെ 8 സിംഗിൾ ക്രോഷേ. അങ്ങനെ നമ്മുടെ കൈയും കാലും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് വീണ്ടും ഒരു 24 സിംഗിൾ ക്രോഷയാണ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഈ റൗണ്ട് 9ാമത്തെ റൗണ്ടാണേ. ഇനി നമുക്ക് 10ാമത്തെ റൗണ്ട് ചെയ്യാം. 10ാമത്തെ റൗണ്ട്
ആദ്യത്തെ 2 ലൂപ്പിൽ 2 സിംഗിൾ ക്രോഷ്യ, അതായത് ഓരോ ലൂപ്പിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിക്രിമെൻ്റ് ആണ്. അതായത് നമ്മൾ ഇൻക്രീസ് ചെയ്ത പോലെ തന്നെ ഡിക്രീസ് ആണ് ചെയ്യാൻ പോണത്. ആ വി ഷേപ്പിലെ ഫ്രണ്ട് ലൂപ്പില്ലേ, നേരത്തെ നമ്മൾ ചെയ്ത ബാക്ക് ലൂപ്പില്ലേ, അതുപോലെ തന്നെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യണം ആ ഹുക്ക്. എന്നിട്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് അടുത്ത ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തോട്ട് എടുക്കണം. അതായത് 2 ലൂപ്പിൽ കൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ പുറത്തെടുത്ത് ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ വീണ്ടും സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, ഈ 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു 6 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഫൈനലി നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ഔട്ടായിട്ട് കിട്ടുന്നത്. ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം 18 എണ്ണം ഉണ്ടോ എന്നുള്ളത്. ഇനി അടുത്ത റൗണ്ട് നമുക്ക് ചെയ്യാവേ. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രിമെൻറ്റ് ഈ 2 സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്ത് പോട്ടെ. അങ്ങനെ 27 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഇൻക്രിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കാരണം ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. സിംഗിൾ ക്രോഷ്യ ഇൻക്രിമെൻറ്റ്, വീണ്ടും സിംഗിൾ ക്രോഷ്യ ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകണം. അങ്ങനെ 27 സിംഗിൾ ക്രോഷ്യ കിട്ടുമേ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ട 4 റൗണ്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്താൽ മതി. അങ്ങനെ 27 സിംഗിൾ ക്രോഷ്യ, ഓരോ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. അങ്ങനെ 4 റൗണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ 4 റൗണ്ടും കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 16ാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, അങ്ങനെ വേണം ചെയ്യാനേ. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, ഈ 2 സ്റ്റെപ്പ് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഈ 2 സ്റ്റെപ്പ്, അതായത് 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, അങ്ങനെ 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം ലാസ്റ്റ് നമുക്ക് ഒരു 3 ലൂപ്പ് പെൻഡിങ് ആയിട്ട് വരും. അതിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യയും ഒരു ഡിക്രിമെൻറ്റും ചെയ്ത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ടോട്ടലി 20 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ യാൺ തീർന്നു പോയിട്ടുണ്ട്. ആക്ച്വലി ഈ യാൺ ഇല്ലാത്ത കാരണം തന്നെ ഞാൻ ഓൾറെഡി ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യാണ് ഞാൻ അഴിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ യാൺ തീർന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ യാൺ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാവേ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് തന്നെയാണ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാനുള്ള ഒരു യാണും കൂടെ ഉണ്ട്. ഇനി അടുത്ത ഡിക്രീസ് ചെയ്യാനുള്ള യാൺ എന്തായാലും തികയത്തില്ല. അപ്പം നമുക്ക് അടുത്ത യാൺ ഇതിനകത്തോട്ട് കണക്ട് ചെയ്തെടുക്കാവേ. ഡിക്രീസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് ഹുക്ക് അടുത്ത ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പുറത്തോട്ടെടുത്ത് നമുക്ക് ഈ യാണിനെ നമുക്ക് പുള്ള് ചെയ്ത് പുറത്തോട്ടെടുക്കാവേ. ഈ സമയത്ത് ആ 2 യാണും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാവേ. ആ യാണിൻ്റെ എൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, അങ്ങനെ ഒരു 6 എണ്ണം ചെയ്യണം. 6 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി 2 സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് 2 ലൂപ്പായിട്ട് നമുക്ക് വരും. ആ 2 ലൂപ്പ് അങ്ങ് ഡിക്രീസ് ചെയ്താൽ മതി. അങ്ങനെ ടോട്ടലി 13 എണ്ണമായിരിക്കും വരുന്നത്.
ഫൈനലി ഇത് ലാസ്റ്റ് 2 ലൂപ്പ് വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ അങ്ങ് നമുക്ക് ഡിക്രീസ് ചെയ്തെടുക്കാം. ഇനി ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ടെഡി റെഡിയായി കിട്ടുവേ. ഇത് ഞാൻ എംബ്രോയ്ഡറി നൂല് വെച്ചിട്ടാണ് കണ്ണ് വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ വേണേൽ വെക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഐ ഉള്ളത് കാരണം ഞാൻ ഇതിന് സ്യൂട്ടായിട്ടുള്ള ഐയുടെ സൈസ് എടുത്ത് നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഐ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എംബ്രോയ്ഡറി നൂല് വെച്ച് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിന് സ്യൂട്ടായിട്ടുള്ള 2 ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ അതിൻ്റെ നോസും മൗത്തും ഞാൻ എംബ്രോയ്ഡറി നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ ഫേസിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഐ വെക്കേണ്ടത് അവിടെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് റോയൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോയിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഐ ഫിക്സ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടെ വരുന്നുള്ളൂ. ആ റൗണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പാവ റെഡിയാവും. ഐ രണ്ടും ആദ്യം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കണം കറക്റ്റ് ലെവലാണോ എന്ന്. അതിനുശേഷം മാത്രമേ അത് ലോക്ക് ചെയ്യാവുള്ളേ. ഇതിപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് ലെവലായിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് ലോക്ക് ചെയ്തെടുത്തേക്കാം. രണ്ട് അയ്യും അങ്ങനെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നോസും മൗത്തും കൂടെ നമുക്ക് എംബ്രോയ്ഡറി നൂല് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ കോട്ടൺ ഫില്ല് ചെയ്യാവുന്നതാണ്. ഈവനായിട്ട് എല്ലായിടത്തും ഫില്ലാവുന്ന രീതി ഫില്ല് ചെയ്യണം കേട്ടോ. കുഞ്ഞു ടോയ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കോട്ടൺ വേണ്ടി വരും കേട്ടോ. ഇതിന് നല്ല ഈവനായിട്ട് ഫില്ല് ചെയ്യണം. അവിടെ ഇവിടെയായിട്ടൊന്നും കോട്ടൺ ഇല്ലാതെ വരരുത്. അത് ചിലപ്പോൾ ലാസ്റ്റായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ. കാരണം നല്ല രീതിയിൽ ഈവനായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കണേ. ഫുള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കണ്ണിൻ്റെ ആ പോർഷൻ്റെ അവിടം വരെ ഫില്ല് ചെയ്താൽ മതി. കുറച്ച് പോർഷൻ വിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. കോട്ടൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പഴയ സോഫ്റ്റ് ടോയ് വല്ലതും ഉണ്ടെന്നുണ്ട്, ബാക്കിൽ സിബൊക്കെ ഉള്ള സോഫ്റ്റ് ടോയ്സ് ഇല്ലേ, അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാനും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെയാണ് ഈ കോട്ടൺ വാങ്ങിച്ചത്. ഇങ്ങനെ കോട്ടൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് 2 ഇയർ വേണ്ടേ, അത് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഈ ആണിൻ്റെ മറ്റേ എൻഡില്ലേ, മറ്റേ എൻഡ് ഇതൊന്നും കട്ട് ചെയ്ത് കളയണ്ട. മറ്റേ എൻഡ് എടുത്തിട്ട് ചെയിൻ ചെയ്തെടുക്കാം. ഒരു 4 ചെയിൻ ചെയ്തെടുക്കാവേ. ചെയ്യുന്നതെല്ലാം ഞാൻ ആ ബേസിക് സ്റ്റിച്ചിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെയിനൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഒരു 4 ചെയിൻ ചെയ്തെടുക്കാൻ ആദ്യം. ഇനി നമ്മുടെ ആ ഫസ്റ്റ് ചെയിനിലോട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ആണിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഒരു ഇയർ ശരിയായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് ചെവിയാണ് കേട്ടോ. ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ 2 എണ്ണം ചെയ്തെടുക്കാം. നമുക്കിത് ഇപ്പം തന്നെ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് വെച്ച് നോക്കണം ഏത് പൊസിഷനിൽ വേണമെന്ന് കേട്ടോ. അതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്കിങ്ങനെ പുള്ള് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് നീഡിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പം നീഡിലില്ലാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരുവാണേ. അതിനാണ് ഞാൻ 2 സൈഡിലും ഈ ആൺ കുറച്ച് എക്സ്ട്രാ ആയിട്ടിട്ട് നമുക്കിത് ഇങ്ങനെ ഒരുമിച്ച് ലോക്ക് ചെയ്തെടുത്തിട്ട് കറക്റ്റ് പൊസിഷൻ ആണോ നോക്കിയിട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കാവുന്നതാണ്. കറക്റ്റ് മേളിലായിട്ട് തന്നെ വേണം. ഇനി ഒരു റൗണ്ടും കൂടെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ 2 ചെവി ഞാൻ വെച്ച് നോക്കി കറക്റ്റ് 2 ഒരേ പൊസിഷനാണോ നോക്കിയിട്ട് നമുക്ക് അകത്തൂടെ ഇത് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഒത്തിരി ഫില്ലിങ് അകത്തായി പോയെങ്കിൽ കുറച്ച് കോട്ടൺ എടുത്ത് മാറ്റാവേ. ഞാൻ കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്തത് കാരണം കുറച്ച് കോട്ടൺ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അല്ലേ ഈ കോട്ടൻ്റെ ഇടയിൽ കൂടെ ഈ കെട്ട് വന്നിട്ട് ആകെപ്പാട് അലമ്പാവും.
ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അങ്ങനെ രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടും കൂടെ ചെയ്തേക്കാം. ലാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡിക്രിമെൻ്റ് ആണ് കേട്ടോ. ഡിക്രിമെൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നില്ലേ ഞാൻ ഇനിയും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. അങ്ങനെ ഫുള്ളായിട്ട് ഡിക്രിമെൻ്റ് ചെയ്യാം. ഒത്തിരി ടൈറ്റ് ചെയ്തെടുക്കല്ലേ, എങ്കിലും നമുക്ക് ചെറിയൊരു ഹോള് കാണുന്നത് ഇതുപോലെ. ഇനി ആ ചെറിയ ഹോളിൽ കൂടെ നമുക്ക് ഫില്ല് ചെയ്യാതെ യാൺ മേളിലൊക്കെ കുറച്ച് കുറവ് കാണുമല്ലോ, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം യാണിൻ്റെ എൻഡ് കുറച്ച് ലെങ്ത് ഇട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മാർക്കറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് യാണൊന്നിങ്ങനെ എടുക്കാം. ഇനി നമ്മുടെ ഓരോ ലൂപ്പിൽ കൂടി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ എടുക്കണം കേട്ടോ. ഒത്തിരി ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യല്, പതുക്കെ ടൈറ്റ് ചെയ്യാവുള്ളേ. ആ സമയത്ത് ഹുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് നീഡിൽ മറ്റേ സൂചിയില്ല, അതുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങളെടുത്ത യാണ് നമ്മുടെ സൂചി സൂട്ടാവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നമുക്ക് നീഡിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് ഈ 2 സൈസ് കണ്ടോ. ഇതിനകത്ത് ഈ റോസ് കളറുള്ള നീഡിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിന് കറക്റ്റ് സൂട്ടായിരിക്കും. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഹുക്ക് വഴിയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ പതുക്കെ എടുക്കാവേ. ഒത്തിരി വലിച്ചു മുറുക്കല്, പതുക്കെ ടൈറ്റ് ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കോട്ടൺ ആവശ്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ഇതേ പതുക്കെ ക്ലോസ് ആയിട്ടുണ്ടത്. ഇടയ്ക്ക് ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി പതുക്കെ പ്രസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായി കഴിഞ്ഞാൽ അത് ഹെഡ് പോർഷൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷാർപ്പായതുപോലെ നിൽക്കുവേ. പതുക്കെ ഞാൻ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഈ ആൺ കട്ട് ചെയ്ത് കളയണ്ട. ഇനി നിങ്ങൾക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കീ ചെയിനിന് വേണ്ടി അവിടെ 2 ലോക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു റിങ് പോലെ ആക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ കീ ചെയിൻ ആക്കാത്ത കാരണം ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആൺ ഇതിനകത്തൂടെ തന്നെ ഇൻസേർട്ട് ചെയ്ത് പതുക്കെ താഴത്തോട്ട് എടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കളയണ്ട ഇത്രയും മൊത്തത്തിൽ. ഇങ്ങനെ ബാക്കിലൂടെ എടുത്ത് താഴത്തോട്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിത് താഴത്തോട്ടാക്കി എടുക്കാം. പതുക്കെ താഴത്തോട്ടാക്കണം. നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കല്, മൊത്തം കുളമാകും കേട്ടോ. തൊട്ടടുത്തുള്ള റോയിൽ കൂടെ തന്നെ ഇൻസേർട്ട് ചെയ്ത് താഴത്തോട്ട് വലിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വലിച്ച് ആ പോർഷൻ മാത്രം അമിങ്ങിയിരിക്കും. ഈ സമയത്ത് ഹുക്കിട്ടും വലിക്കാം. ആ സമയത്ത് ചിലപ്പോൾ കോട്ടൺ ഇങ്ങനെ വലിഞ്ഞു വരും. അത് കാരണമാണ് ഈ ബെറ്റർ ഈ നീഡിൽ വെച്ച് തന്നെ വലിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒത്തിരി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ദേ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. എല്ലാവർക്കും ഈ ടിഡി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നേ. അപ്പോൾ ടാറ്റാ ബേബി, അടുത്ത വീഡിയോയിൽ കാണാവേ.